ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളോട് പേരിലും എല്ലാ ഇടവകജനങ്ങളുടെയും പേരിൽ അഭിനന്ദ പിതാവിനെ ആനിക്കാട് ഇടവകയിലേക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യും. നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. ഓർമ്മ വെച്ച് നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാള്. യോഹന്നാനും പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ ഈശോയെ അനുഗമിച്ചു. ഈശോ തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ഈശോയോട് പറഞ്ഞു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ഈശോ അവരോട് പറഞ്ഞു, ഒന്ന് കാണുക. ഈ കൊച്ച് ഇടവയുടെ തിരുനാള് കൊണ്ടാടുന്ന ദിവസങ്ങളാണ്. നമ്മളെല്ലാവരും ഭർത്താവ് ഈശോയുടെ ഉയർപ്പിന്റെ സന്തോഷത്തിലാണ്. ഈശോയുടെ ഉയർപ്പിൽ പങ്കുചേർന്നവരാണ്. പങ്കുചേർന്നുവെന്ന് സുനിശ്ചിതമായി നിർണയിക്കപ്പെട്ട് സഭ പ്രഖ്യാപിച്ചവരാണല്ലോ വിശുദ്ധര്. ഇങ്ങനെയുള്ളവരെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും അവരുടെ ജീവിത രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുന്ന അവസരമാണ് തിരുനാൾ അവസരങ്ങൾ. ആ രീതിയിൽ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അന്തോണീസിൻ്റെ ജീവിത രഹസ്യം, വിജയ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കുവാനും ആ ഒരു ചൈതന്യം ഉൾക്കൊള്ളാനും തീർച്ചയായിട്ടും ഈ ഇടവയിലെ അംഗങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. സംബന്ധിച്ചിടത്തോളം ഈശോയുടെ ദൈവവചനം പ്രഘോഷിക്കുക, അത് പ്രത്യേകിച്ച് ഈശോയെ അറിയാത്തവരുടെ ഇടയിൽ, ഈശോയെ വിശ്വസിക്കാത്തവരുടെ ഇടയിൽ അങ്ങനെ അത് സുവിശേഷം പ്രസംഗിക്കാൻ പ്രത്യേകമായിട്ട് വലിയ താല്പര്യം കാണിച്ച, വലിയ ആവേശം കാണിച്ച ആളായിരുന്നു ലൂയിസ്.
അദ്ദേഹത്തിന് വളരെ അത്ഭുതകരമായ ഒരു ഭാഷണ ശക്തി ഉണ്ടായിരുന്നു. ഒരു വരം പോലെ അത് വെളിപ്പെട്ടിരുന്നു. സുവിശേഷം പ്രസംഗിക്കാൻ വളരെ ആകർഷകമായ രീതിയിൽ സുവിശേഷം പ്രസംഗിക്കുകയും ധാരാളം ആൾക്കാർ സുവിശേഷം കേൾക്കുവാൻ വരികയും അങ്ങനെ അനേകരെ മാനസാന്തരത്തിലേക്ക് വരികയും ചെയ്തു. ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. ഉന്നതനായി സർവാധിപനായി മഹിമാപൂരിത രാജാവായി വാഴും മിശിഹായ നാഥൻ വീണ്ടും വന്നിടും അഖിലരെയും വിധി ചെയ്തിടാനാ. എല്ലാരും നിന്നെ സ്വീകരിക്കാനായി നിരചേരുന്നതു കണ്ട നേരം പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. മാനവരിൽ മാതമുണർത്തിയ തിരുനാഥൻ തൻ പ്രിയവധുവാം തിരുസഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ജീവനിലും തിരുസേവായ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളൊന്നായി ആരാധിക്കും സ്വർഗമാണി ദേവാലയം. ആനിക്കാടിലെ മക്കൾ ഞങ്ങൾക്കാവേശമി ദേവാലയം. വിശുദ്ധന്തോനീസേ പ്രാർത്ഥിച്ചിടമേ. ഞങ്ങളൊന്നായി ആരാധിക്കും സ്വർഗമാണി ദേവാലയം. ആനിക്കാടിലെ മക്കൾ ഞങ്ങൾക്കാവേശം